ഇന്ന് പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ പുഷപ്പ് എടുക്കുന്നു. ഇപ്പോൾ പുഷപ്പ് അടിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാൻ നിങ്ങൾ, അപ്പോൾ നിങ്ങളുടെ ലെവൽ 1 എന്തായിരിക്കും? വാൾ പുഷപ്സ്. ഇതേപോലെ ആയിരിക്കും വാൾ പുഷപ്സ്. വാൾ പുഷപ്പ് എന്താണ്? ലെവൽ 1 വാൾ പുഷപ്പ്. ഈ വാൾ പുഷപ്പ് ഒരു 30-40 റെപ്പിറ്റേഷൻ അടിക്കാൻ പറ്റാമെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? ഇൻക്ലൈൻ പുഷപ്സ്. ലെവൽ 2 ഇൻക്ലൈൻ പുഷപ്സ്. വാൾ പുഷപ്പിനൊക്കെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇൻക്ലൈൻ പുഷപ്സ്. ഇനി എനിക്ക് ഇൻക്ലൈൻ പുഷപ്സ് ഒരു 30-40 റെപ്പിറ്റേഷൻ അടിക്കാൻ പറ്റാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യും? നോർമൽ പുഷപ്പ് ട്രൈ ചെയ്യും. പക്ഷേ എനിക്ക് നോർമൽ പുഷപ്പ് അടിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? വേറെ ഏത് പ്രോഗ്രഷനാണ് എൻ്റെ ഇടയിലുള്ള നീ പുഷപ്സ് ട്രൈ ചെയ്യും. അപ്പോൾ എന്തായാലും ലെവൽ 3 നീ പുഷപ്സ്. നീ പുഷപ്സ് എനിക്കൊരു 20-30 റെപ്പിറ്റേഷൻ അടിക്കാൻ പറ്റാമെന്ന് വിചാരിക്കുക. പിന്നെ എനിക്ക് നോർമൽ പുഷപ്പ് അടിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പം ലെവൽ 4 എന്തായിരിക്കും? നോർമൽ പുഷപ്സ്. ഓക്കെ, എനിക്ക് നോർമൽ പുഷപ്സ് എളുപ്പമായി തുടങ്ങി. എനിക്ക് 12-15 റെപ്പിറ്റേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെ ബുദ്ധിമുട്ട് കൂട്ടും? ഡിക്ലൈൻ പുഷപ്സ്. ലെവൽ 5 എന്തായിരിക്കും? ഡിക്ലൈൻ പുഷപ്സ്. ഓക്കെ, ഡിക്ലൈൻ പുഷപ്സ് എനിക്ക് 12-15 റെപ്പിറ്റേഷൻ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ കാലിസ്തനിക്സ് അത്ലറ്റ്സ് ചെയ്യണ പോലത്തുള്ള പുഷപ്പ് അടിക്കും. അവർ നല്ല പെർഫെക്റ്റ് ഫോമിലാണ് പുഷപ്പ് അടിക്കണം. അപ്പം അതായിരിക്കും എൻ്റെ ലെവൽ 6 കാലിസ്തനിക്സ് പുഷപ്പ്. ഇനി കാലിസ്തനിക്സ് അത്ലറ്റ്സ് അടിക്കണ പോലെ ഒരു 12-15 റെപ്പിറ്റേഷൻ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ബുദ്ധിമുട്ട് കൂട്ടും? പുഷപ്പിൻ്റെ ഒരു ബാഗ് എടുക്കും, അൽമാരിക്കകത്ത് ഉപയോഗിക്കാത്ത ബുക്സ് എടുക്കും, ബാഗിനകത്ത് നിറയ്ക്കും, ആ തോളത്തിടും, പിന്നെ പുഷപ്പ് അടിക്കും. അതിനെ പറയും വെയ്റ്റഡ് പുഷപ്സ്. ലെവൽ 7 വെയ്റ്റഡ് പുഷപ്സ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടോ ബുക്കുകളുടെ ഭാരം എന്താ പറയുക കുറവായിട്ട് തോന്നാം. അപ്പം എന്ത് ചെയ്യും? അപ്പം പാറക്കല്ലെടുത്ത് പോയി. അപ്പോൾ ലെവൽ 8 പാറക്കൽ പുഷപ്സ്. അങ്ങനെയല്ല, അത് വെയ്റ്റഡ് പുഷപ്സിൽ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ 5 കിലോ എടുത്താണ് പുഷപ്പ് അടിക്കുക. പിന്നെ അടുത്ത തവണ 6 കിലോ എടുത്ത് പുഷപ്പ് അടിക്കുക. അപ്പോൾ ഇതിലൊരു പാറ്റേൺ ശ്രദ്ധിച്ചോ. നമ്മളിപ്പോൾ ഈ ലെവൽ 1 കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലെവൽ 2ലേക്ക് അടക്കാൻ വേണ്ടി എന്താ പറയുക, ലെവൽ 2 ഇത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം അത് തന്നെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. ഡിഫിക്കൽട്ടി കൂട്ടി ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി കൂട്ടാൻ 2-3 മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ റെപ്പിറ്റേഷൻ കൂട്ടി അടിക്കുക. എന്ന് പറഞ്ഞാൽ ഇത്തവണ 10 പുഷപ്പ് അടിക്കുകയാണെങ്കിൽ അടുത്ത തവണ 11 പുഷപ്പ് അടിക്കണം. പിന്നെ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ 12-15 റെപ്പിറ്റേഷനൊക്കെ അടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താ പറയുക, വോളിയം കൂട്ടുന്നതിന് ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുക. എന്ന് പറഞ്ഞാൽ അടിക്കുന്നതിന് വെയിറ്റ് കൂട്ടുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻ പുഷപ്പ് അടിച്ചു കഴിയുമ്പോൾ ഇൻക്ലൈൻ പോട്ടെ, എന്താ പറയുക, നോർമൽ പുഷപ്പിനൊക്കെ കൂടുതൽ റെസിസ്റ്റൻസ് അവിടെ കിട്ടും ഡിക്ലൈൻ പുഷപ്പിൽ. അതേപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടി കൊണ്ടുവരാം. അപ്പം ഇതാണ് പ്രോഗ്രസീവ് ഓവർലോഡ് ചുരുക്കി പറഞ്ഞത്.